നിരന്തരമായ പരീക്ഷണങ്ങൾ, സംശയാലുക്കളുടെ ചൂഴ്ന്നു നോട്ടങ്ങൾ, കീറിമുറിക്കുന്ന കുത്തുവാക്കുകൾ, ആൾക്കൂട്ടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുകൾ, പീഡനങ്ങളുടെ നടുക്കത്തിലും കരഞ്ഞു തീർത്ത രാവുകളിൽ തുണയായത് യേശുവിൻ്റെ കരുതൽ മാത്രമാണ്. പുറം ലോകത്തിന് തിരിച്ചറിയാനാവാത്ത സംരക്ഷണക്കോട്ട. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ഒരു ഡയറക്ഷനിലാണ് ഞങ്ങൾ ഒരു ദീർഘകാലം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവിടെ 200 ഏക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ 1000 ഏക്കർ ഇടവകയിൽ ആ കൊച്ചു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ദൈവാനുഭവങ്ങളും വേദനയുടെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വേദനയുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുക. ഒരിക്കൽ അന്ന് അവിടെ ഞങ്ങളുടെ കൈക്കാരന്മാരും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഞങ്ങളുടെ ഹൗസിലേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഈ ഇടവകയിൽ നിന്ന് മാറി താമസിക്കണം, ഇവിടെ താമസിക്കരുത്. കാരണം നിങ്ങളിങ്ങനെ താമസിക്കുന്നതിന് ഈ ഇടവക ജനത്തിന് ഇഷ്ടമല്ല. കൈക്കാരന്മാരെല്ലാം അത് വളരെ തർപ്പിച്ച് പറഞ്ഞു. നിങ്ങളിവിടെ താമസിക്കുന്നത് കൊണ്ട് ഇടവക ജനം പള്ളി വരാൻ പോലും മടിക്കുന്നു എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടുന്ന് മാറി താമസിക്കും, മറ്റെവിടെയെങ്കിലും പോയി നിങ്ങൾ താമസിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ബന്ധക്കോസ് അല്ലെങ്കിൽ മറ്റ് പ്രോട്ടസ്റ്റൻ്റ് സഭാ സമൂഹങ്ങളുണ്ട്, അവരുടെ ആരുടെയെങ്കിലും കൂടെ ചേരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നിങ്ങൾ മാറിപ്പോകണം. അതായത് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ ആരോപണമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. കാരണം ഒരു 10-20 പേര് അന്ന് അവിടെ നിന്ന് വന്നു, പള്ളിയുടെ പ്രധാനപ്പെട്ട പാരിഷ് കൗൺസിൽ അംഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും കൂടെ. ഒത്തിരി വേദന തോന്നിയെന്ന്. പക്ഷേ അവർ പോയി കഴിഞ്ഞ് പെട്ടെന്നൊരു വചനം, സ്വർഗരാജ്യത്തെ പ്രതി എന്നെ പ്രതി നിങ്ങൾ എല്ലാം ത്യജിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, നിങ്ങൾ പരിഹാസവും നിന്ദനവും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. അപ്പം ശരിക്കും ഞങ്ങളങ്ങനെ പറഞ്ഞു, നമുക്ക് പ്രതിഫലം വലുതായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കേണ്ട സമയമാണിത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കർത്താവിനെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വിഷമവും പ്രയാസവും എല്ലാം മാറിപ്പോയിട്ടൊരു വലിയ സന്തോഷം നിറഞ്ഞു. കാരണം ഞങ്ങൾ ദൈവമക്കളാണെന്നും കർത്താവിൻ്റെ സഹനത്തിൽ ഞങ്ങൾ പങ്കുകാരായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വലിയ ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകി. വേറൊരു അച്ഛൻ സ്ഥലം മാറി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോയാൽ പാരാ, നിങ്ങൾ ഇടവകയിലേക്ക് ഇറങ്ങണം, ഇടവകയായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, നിങ്ങൾ എന്തെങ്കിലും ആകണം, അല്ലെങ്കിൽ നിങ്ങളൊരു കോൺഗ്രിഗേഷനിൽ ചേരണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആയിത്തീരണം. ആ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ ഇടവകയിലിറങ്ങി. എല്ലാ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും സന്ദർശിച്ചു. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ കൂടി താമസിക്കുന്നവരും കൂതാശപരമായി ജീവിതമില്ലാത്തവരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റി. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനത് നമസ്കാരം പഠിപ്പിച്ചു, അവരെ കല്യാണത്തിന് ഒരുക്കി, കുട്ടികളെ മാമോദീസ മുക്കി കല്യാണം കഴിപ്പിച്ചു. ഞങ്ങളോട് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളിങ്ങനെ ജീവിച്ചാൽ പോരാ, ഇപ്പം നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങളുടെ സഭയുടെ ഒരു ബോഡിയായി തീരണം. ഒരു പോലീസ് കേസോ അതുപോലെ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു രജിസ്ട്രേഷൻ വേണം, ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. അതുപോലെ പിന്നെ പിതാവിനെ പോയി കണ്ട് ഒരു സഭയുടെ ഒരു ബോഡിയായി തീരുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് അന്ന് ജോസഫ് പുത്തമ്പരക്കലച്ചൻ കപ്പൂച്ചിലച്ചനാണ് അന്ന് ധ്യാനിപ്പിക്കുന്നത്. അച്ഛന് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിപ്പിച്ചു. അപ്പോൾ അന്ന് ഭരണങ്ങാനത്ത് സിസി ആശ്രമത്തിൽ ഹിപ്പോളിറ്റസ് പിതാവ്, അദ്ദേഹം ജമ്മു കാശ്മീരിലെ ബിഷപ്പായിരുന്നു, റിട്ടയർഡായിട്ട് അവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. പിതാവിനെ ഒന്ന് കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു തന്നു. ഞങ്ങളെ പിതാവിനെ കാണാനായിട്ട് അവിടെ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം ഹിപ്പോളിറ്റസ് പിതാവ് ഞങ്ങളുടെ ജീവിതമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു. പിതാവിനത് സ്വീകാര്യമായിട്ട് തോന്നി. കൊള്ളാം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ട്
പിതാവ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച ഒരു 10-15 ദിവസം കൊണ്ട് ഒരു 50 പേജ്, അതുവരെയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം എഴുതി, ക്രമമായിട്ട് എഴുതി ഞങ്ങൾ പിതാവിൻ്റെ അടുത്ത് ഫയൽ ചെയ്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് അത് വായിച്ചിട്ട് പിതാവ് എന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. എന്നിട്ട് വന്ന് പറഞ്ഞു എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാനങ്ങനെ കാണാനായിട്ട് പോയി. അവിടെ ചെന്നപ്പം പിതാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഈ 8 ദിവസത്തെ അവധി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ നിയമങ്ങളും കോണ്ടംപ്ലേഷൻ്റെ നിയമങ്ങളാണ്. നിങ്ങളിന്ന് അങ്ങനെ വീട്ടുകളിൽ പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഇല്ല പിതാവ്, ഞങ്ങളങ്ങനെ പോകാറില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു അവധി അതിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകാറില്ല, അങ്ങനെ ഒരു നിയമം ഞങ്ങൾക്കില്ല താനുമെന്ന് പറഞ്ഞു. അന്നേരം പിതാവ് പറഞ്ഞു ആ നിയമം എടുത്തു കളഞ്ഞാൽ നിങ്ങൾ കോണ്ടംപ്ലേറ്റീവ് ലൈഫാണ് നയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നേ ഒരു പുതിയ സമൂഹം രൂപപ്പെടുത്തുകയല്ല, മറിച്ച് നിങ്ങളെപ്പോഴുള്ള മറ്റ് സമൂഹങ്ങളിലേക്ക് അവിടുത്തെ അംഗങ്ങളായിട്ട് ചേരുന്നതാണ് കുറേ കൂടെ അഭികാമ്യമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. കുറച്ച് മഠങ്ങളുടെ, മിണ്ടാമഠങ്ങളുടെ പേര് പറഞ്ഞു തന്നു പിതാവ്. അവിടുത്തെ മദേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം. 2 പേരായിട്ട് ആ മഠങ്ങളിൽ പോയി ചേരുക, അല്ലെങ്കിൽ 4 പേരായിട്ട് ചേർന്നാൽ മതി. ഞാൻ നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കാം എന്നൊക്കെ പിതാവ് അന്ന് പറഞ്ഞു. ഇങ്ങനെ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അപ്സെറ്റായിപ്പോയി. ഞാൻ പിതാവിൽ നിന്ന് ഒരു നല്ല പ്രോത്സാഹനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെന്നത്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു ധ്യാനാത്മക ജീവിതം നയിക്കുന്ന വ്യക്തികളാണെന്ന് പിതാവിന് മനസ്സിലായി. പക്ഷേ അത് മറ്റു സമൂഹങ്ങളിലേക്ക് ഞങ്ങളെ പിതാവ് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഒത്തിരി വിഷമമുണ്ടാക്കി എനിക്ക്. ഞാൻ ഓർക്കും, ഞാൻ അന്ന് പോയി ഒരു രാവിലെ ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു 8-10 മണിയൊക്കെ ആറായപ്പോൾ ഞാൻ അവിടെ ചെന്നു എന്ന് വിചാരിക്കും. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. പറഞ്ഞ സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടും സമയം കളയാതെ പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പിതാവ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയൊരു സമൂഹം വേണ്ട, ഇനി നിങ്ങളിങ്ങനെ ജീവിക്കണ്ട, മറിച്ച് മറ്റൊരു സമൂഹത്തിൽ ചേരുക എന്ന് പിതാവ് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സപ്തനാഡികളും തളർന്നു പോവുക എന്ന് പറയുന്ന പോലെ ആ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഭയങ്കരമായ മാനസിക വേദനയുണ്ടായി എനിക്ക്. എൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി ചോർന്നു പോയി. എനിക്ക് വിശപ്പ് നഷ്ടപ്പെട്ടു. എഴുന്നേറ്റ് നിൽക്കാൻ പരസഹായം വേണമെന്ന് എനിക്ക് തോന്നി. അതുമാതിരി എൻ്റെ മനസ്സ് തകർന്നു പോയി. എന്നിട്ട് ഞാൻ പിതാവിനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങാൻ മിനിറ്റുകളെടുത്താണ് ഞാൻ മുറ്റത്തിറങ്ങുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റിയല്ല എന്നെനിക്ക് വ്യക്തമായി. നടക്കാൻ എനിക്ക് പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ചാപ്പലിൽ കയറി. ചാപ്പലിൽ കയറിയിട്ട് ഞാൻ അവിടെ അൾത്താരയിലേക്കൊന്നും നോക്കിയില്ല. അവിടെ അങ്ങ് ഇരുന്ന് കരച്ചിൽ തുടങ്ങി. ഞാൻ കർത്താവിനോട് ഒത്തിരി പരാതി പറഞ്ഞു. അതുവരെ ഞാനിങ്ങനെ കർത്താവിനോട് പരാതി പറഞ്ഞിട്ടില്ല. എന്നാ വന്നാലും ഞാൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ പരാതി പറഞ്ഞു. അങ്ങ് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്തു വന്നാലും എന്നെ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞതല്ലേ. നിന്നെ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് കളയാലെന്ന് എന്നോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞങ്ങളെ ഇങ്ങനെ ഏതെങ്കിലും മഠത്തിലാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നേരത്തെ അത് ആയിക്കൂടായിരുന്നോ? പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ജീവിക്കാനായിട്ട് അനുവദിച്ച് ഇത്രയും കഷ്ടത്തെയും ദുരിതവും ഞങ്ങൾ കടന്നു പോകാനായിട്ട് കർത്താവ് അനുവദിച്ചത്? അങ്ങേക്കറിയാമല്ലോ കർത്താവെ, ഞാൻ ഇത്രയേ ഉള്ളൂ എന്നും അങ്ങേക്കറിയാം. ഞാൻ എത്ര നിസ്സാരയാണെന്ന് ഈശോയ്ക്കറിയാം. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ പോലും ഞാൻ തളർന്നു പോകുന്ന വ്യക്തിയാണ്. പിതാവ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. വണ്ടിയെ കയറാൻ പോലുള്ള കഴിവ് എനിക്കില്ലാതെ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പരാതി പറഞ്ഞു ഈശോയുടെ അടുക്കലിരുന്ന്. അങ്ങനെ ഹൃദയം പൊട്ടി കരഞ്ഞു ഓടിയിരുന്നു. ഫ്രാൻസിസ് അസീസി ക്രൂശിതനായ ഈശോയെ ക്രൂശിൽ നിന്ന് താങ്ങി പിടിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കുന്ന ഒരു രൂപം ആൾത്താരയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറേ സമയം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആൾത്താരയിലേക്ക് നോക്കിയപ്പോൾ ഭിത്തിയിലൊക്കെ കുറേ ഫ്ലവർ വാസുകൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഓരോ പൂക്കളും ഓരോ ഫ്ലവർ വാസിലും വ്യത്യസ്തമായിട്ടുള്ള, ഇവിടെ ഒരു ചുവപ്പ് കളറാണെങ്കിൽ ഇടത് സൈഡിൽ വെള്ള കളറിലുള്ള പൂക്കളാണ് വെച്ചിരിക്കുന്നത്. അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഈ പൂക്കളൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആൾത്താര കുറേ കൂടെ മനോഹരമായി തീരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു, ഈ അച്ഛന്മാർക്ക് തന്നെ ഒരു കലാബോധം ഇല്ലാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വെച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു ഇത് കാണാൻ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം ഉണ്ടായി.
ഈ എൻ്റെ സന്നിധി അലങ്കരിച്ചിരിക്കുന്ന ഈ ഫ്ലവർ വാസുകളെല്ലാം നീ കണ്ടു അല്ലേ? അപ്പം ഞാൻ ശ്രദ്ധിച്ചു, അത് കർത്താവിൻ്റെ സ്വരമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ എൻ്റെ സന്നിധി അലങ്കരിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഫ്ലവർ വാസ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ അതിന് നിനക്കെന്ത്? നീ എഴുന്നേറ്റ് ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു എന്നോട്. പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ജീവനുണ്ടായി. എൻ്റെ നാഡി ഞരമ്പുകൾ, എൻ്റെ രക്തോട്ടം ഉണ്ടായതുപോലെ ശരീരം മുഴുവൻ അതുപോലെ മരവിച്ചിരിക്കുന്ന പോലെയായിരുന്നു. പക്ഷെ എനിക്ക് ജീവനുണ്ടായി, വിശക്കുന്നത് പോലെ തോന്നി, ദാഹിക്കുന്നുണ്ടെന്ന് തോന്നി. എഴുന്നേറ്റ് നടക്കാനായിട്ടുള്ള ആരോഗ്യം വന്നു. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. ശരിയാ കർത്താവേ, അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് ഞാൻ കുരിശ് വരച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഞാൻ പോയി ഭക്ഷണം കഴിച്ചു, ബസ്സിന് കയറി ഞാൻ തിരിച്ചു വന്നു. അപ്പം പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെ പിതാവ് പറഞ്ഞെങ്കിലും വളരെ നല്ലൊരു ലെറ്റർ പിതാവ് പുന്നക്കുട്ടി പിതാവിന് അയച്ചിരുന്നു. പിതാവിന് ആ ലെറ്റർ കിട്ടി. ഞാൻ പിതാവിനെ കാണാനായിട്ട് പോയി. ഹിപ്പോളിറ്റസ് പിതാവിനെ കാണാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ പുന്നക്കുട്ടി പിതാവിന് അറിയാം, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പം പിതാവപ്പോഴേക്ക് ഡയസിസ് തിരിഞ്ഞു. ഇടുക്കി രൂപതയുണ്ടായി. അനിക്കുഴിക്കാട്ടി പിതാവ് ചാർജ് എടുത്ത അനിക്കുഴിക്കാട്ടി പിതാവിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. പിതാവ് അടുത്ത ചാൻസലറായിരുന്നു. അപ്പോൾ ഹിപ്പോളിറ്റസ് പിതാവ് പുന്നക്കുട്ടി പിതാവിന് എഴുതിയ കത്ത് അനിക്കുഴിക്കാട്ടി പിതാവിന് ഡയറക്റ്റ് ചെയ്തിട്ട് ആ കത്ത് പിതാവ് വായിച്ച് മേശപ്പുറത്ത് വെച്ച് ഏതാനും മിനിറ്റുകളായിട്ടുള്ളൂ. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. പിതാവ് പറഞ്ഞു, ഇതല്ലേ നിങ്ങൾക്ക് ഹിപ്പോളിറ്റസ് പിതാവ് എഴുതിയ കത്ത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിതാവ് ഞങ്ങളോട് ചോദിച്ചു, എന്തായിത്തീരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ അന്നും പുന്നക്കുട്ടി പിതാവിനോട് ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്കൊരു കോൺവെൻ്റ് ആയി തരാനൊന്നും ആഗ്രഹമില്ല. ഇങ്ങനെ മുഴുവൻ സമയം പ്രാർത്ഥിക്കാനും അതുപോലെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഒത്തിരി സമ്പാദിക്കാതെ അങ്ങനെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും, വല്ലൊരു ആശ്രമം പോലെയൊക്കെ. സഭയുടെ ചരിത്രത്തിൽ ആദ്യകാലം മുതലുള്ളതാണ് ആശ്രമ ജീവിതം. ഈ അടുത്ത കാലത്ത് ആശ്രമ ജീവിതത്തിന് ഒത്തിരി ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് സമർപ്പിതർ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. അതോടെ ആശ്രമ ജീവിതം ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ യുവതികൾ പ്രാർത്ഥന ഗ്രൂപ്പായിട്ട് 1000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെപ്പറ്റി കോതമംഗലം രൂപത അധ്യക്ഷനും അതുപോലെ മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ എന്നോട് സംസാരിക്കുകയും ഇവർക്ക് നിയമപരമായിട്ടുള്ള ഒരു അവസ്ഥ രൂപപ്പെടുത്തി കൊടുക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഇവരുമായിട്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടാനും ഇടപെടാനും കാരണമായത്. അവരെ കുറിച്ച് പഠിക്കുകയും അവർക്ക് ഇപ്പോഴത്തെ സന്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രാർത്ഥനയ്ക്കും ആശ്രമ ജീവിതത്തിനുമാണ് താല്പര്യമെന്ന് പറഞ്ഞതുകൊണ്ട് ആ കാര്യത്തിൽ ഞാനും താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ പിതാവ് പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നിങ്ങൾ സേവ്യർ കൂടപ്പഴയച്ചനെ പോയി കാണണം. നല്ല തണ്ണിയിൽ അവിടെ ഒരു ആശ്രമമുണ്ട് പുരുഷന്മാർക്കുള്ള. അങ്ങനെ ഞങ്ങൾ അച്ഛനെ കാണാനായിട്ട് പോയി. പുന്നക്കോട്ട് അനിക്കുഴിക്കാട്ടി പിതാവാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അച്ഛനെ കാണാൻ ചെന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും പഠനങ്ങളും തന്നു. നമ്മുടെ സഭയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ മറ്റൊന്നും ഞങ്ങൾ നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ തിരുസഭയെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ സീറോ മലബാർ സഭയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ സഭയ്ക്ക് വേണ്ടി സഭയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു മൊണാസ്ട്രിയുടെ അഭാവം അത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു.
മൊണാസ്ട്രി നമുക്കില്ല എന്നുള്ളതും, ഞാൻ കുറേ കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും സഭ നേരിട്ട പ്രോബ്ലംസും എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞാനൊരു മൊണാസ്ട്രിയുടെ ഒരു കാര്യങ്ങളിലേക്കായി അടുത്ത ശ്രദ്ധ. അപ്പം അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ വിളിയെന്ന്. അതിനകത്ത് ഞങ്ങൾക്കൊരു തരത്തിലും മനസ്സിന് പൊരുത്തക്കേടൊന്നും വരുന്നില്ല. അത് വളരെ നല്ലതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങൾക്കൊരു ഫോർമേഷൻ ഒരാളെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത ശ്രമം, ആനിക്കുഴിക്കാട്ടി പിതാവ് പറഞ്ഞു, എനിക്ക് CMC കോൺഗ്രിഗേഷനിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അതാണ് എനിക്ക് താല്പര്യം. അങ്ങനെ അവരുടെ ജനറലേറ്റിൽ അന്ന് എഡ്വേർഡ് അമ്മയാണ് ജനറാളമ്മേനെ പറഞ്ഞിട്ട് ജനറാളമ്മ ഞങ്ങൾ ചെന്ന് കണ്ടു. അമ്മ അവരുടെ പ്രോവിൻസിലെല്ലാം അന്വേഷിച്ച് അവസാനം അമല പ്രോവിൻസ് കാഞ്ഞിരപ്പള്ളി, അവിടെ പൊടിമറ്റത്താണ് അത് ഉള്ളത്. ആ പ്രോവിൻസിൽ നിന്ന് സിസി കാർമൽ സിസ്റ്ററാണ് അന്നത്തെ പ്രൊവിൻഷ്യൽ. ഞങ്ങൾ ആ അമ്മ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു സിസ്റ്ററിനെ ഞങ്ങൾക്ക് മിസ്ട്രസ്സായിട്ട് തന്നു. പരിശീലനങ്ങളുടെ നീണ്ട കാലം, ആവേശപൂർവമായ ഒരുക്കങ്ങൾ, ആഗ്രഹ സഫലീകരണത്തിന്റെ അനുഗ്രഹ ദിനങ്ങൾ, ആശ്രമ ജീവിതത്തിന്റെ ഔദ്യോഗിക ഭാവങ്ങളെല്ലാം ഒത്തുചേർന്ന് അവർ പുതിയൊരു സമൂഹമായി സഭയ്ക്കൊപ്പം യാത്ര തുടങ്ങി. പൊതുവെ കരിസ്മാറ്റിക് പ്രാർത്ഥന ശൈലിയായിരുന്നു മാങ്കടവിലെ സഹോദരിമാർക്ക്. കാരണം അവരെല്ലാവരും തന്നെ നവീകരണ ധ്യാനത്തിൽ കൂടി ധ്യാനത്തിൽ നിന്ന് ശക്തി ധരിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യം ഉൾക്കൊണ്ട് തങ്ങളുടെ ജീവിതം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചവരാണ്. ദൈവതിരുസന്നിധിയിൽ ആ വിധത്തിൽ നിയോഗമേറ്റവരാണ്. അപ്പോൾ നവീകരണ ധ്യാനത്തിൽ കിട്ടുന്ന ആ പ്രാർത്ഥനാ കാഴ്ചപ്പാടും അതിനോട് ബന്ധപ്പെട്ട ശൈലിയുമൊക്കെ അവർ പുലർത്തുന്നതിൽ അവരെ സഹായിക്കുകയും അതിനെ സഭാത്മകമായിട്ട് അനുരൂപപ്പെടുത്തുകയും ചെയ്യുകയേ വേണ്ടിയിരുന്നുള്ളൂ എന്നതാണ് സത്യം. റംശ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഞാൻ പ്രത്യേകമായി ഊന്നിപ്പറയുകയും ജനത്തോടൊന്നിച്ച് റംശ ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുക വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞുകൊടുത്ത് അവരെ പരിശീലിപ്പിക്കുകയും അവരും ഒന്നിച്ച് ജനത്തെ കൂട്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒരു വലിയ മുന്നേറ്റം തന്നെ മാങ്കടവ് ആശ്രമത്തിൽ ഒരുക്കുകയായി. സമീപവാസികൾ കേട്ടറിഞ്ഞു വന്നവരും അടുത്ത് ജീവിക്കുന്നവരും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ബന്ധപ്പെട്ട് സംസാരിച്ച് ഇക്കാര്യം അറിഞ്ഞു വന്നവരുമൊക്കെയായി 100, 150, 200 അതിൽ കൂടുതലുമൊക്കെ ആളുകൾ ഓരോ ദിവസങ്ങളിൽ സായാഹ്ന നമസ്കാരത്തിന് വന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം സഭയുടെ സായാഹ്ന നമസ്കാരം ആലപിക്കുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപൂർണമായി കാണാനായിട്ടാവും. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോ മത്തായിയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ ആതിഥ്യമര്യാദയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വളരെ വ്യഗ്രതചിത്തയായിട്ട് മർത്ത ഓടി നടന്ന് സൽക്കരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മറിയമാകട്ടെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ വചനം സാഗോദം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഈശോ ഇതിന് പറയുന്നുണ്ട്, മറിയം നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്ന്. ഇത് ആശ്രമ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രസക്തമായ ഒരു കാര്യമാണ്. നല്ല കാര്യം, കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ഈശോയെ സ്തുതിച്ച് ജീവിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ പതിപ്പെന്ന പോലെയാണ് ആശ്രമ ജീവിതം നയിക്കുന്ന ഇവരെ ചെയ്യുന്നത്. ആശ്രമ ജീവിതത്തിൻ്റെ പരിശീലനമൊക്കെ കഠിനമായിട്ടുള്ള പരിശീലനമാണ് എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. വാസ്തവത്തിൽ രക്തസാക്ഷ്യത്തിന് തുല്യമായ ഒരു കാര്യമാണ് ഈ ആശ്രമ സമർപ്പണം എന്നുള്ളത്. ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി പറയുമ്പോൾ ഒത്തിരി വ്യഗ്രതകളും ആകർഷണങ്ങളും ഒക്കെ മനുഷ്യരെ മാടി വിളിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവസ്തുതികൾക്കുമായിട്ട് ജീവിതം മാറ്റിവെക്കുന്ന ഒരു സമർപ്പണ ജീവിതം. ആത്മീയ ജീവിതം നയിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ
ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സഹനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഈ സഹനങ്ങൾ മാറിപ്പോട്ടെ, അതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഒരു ലക്ഷ്യമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം നവീകരണത്തിൽ ശുശ്രൂഷ മേഖലകളിലൊക്കെ രാവും പകലും പ്രവർത്തിക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു ചിന്തയൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എങ്ങനെയാണ്, സഹനം കൂടാതെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോവുകയില്ല. അതെപ്പോഴും മുരടിച്ച് നിൽക്കുകയുള്ളൂ. ഈ ആത്മീയ ജീവിതം വളരണമെങ്കിൽ സഹനമാകുന്ന വെള്ളവും വളവും അതിൻ്റെ ചുവട്ടിൽ വീഴണം. എങ്കിൽ മാത്രമേ ഈ ചെടി വളരുകയുള്ളൂ. വളർന്നത് വടവൃക്ഷം പോലെ ആയി തീരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ചുവട്ടിൽ കഠിനമായ സഹനത്തിൻ്റെ വെള്ളം, ജലം, വളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, സഹനം വരുമ്പോൾ കൂടുതൽ സഹനം ഉണ്ടാകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കർത്താവ് ആ സഹനത്തെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഒന്ന് ലഘൂകരിക്കാനൊക്കെ കർത്താവ് തന്നെ ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഓർക്കുക. ഒരിക്കൽ ഞങ്ങളൊരു കൂണ് കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ വായിച്ച് കേട്ടൊക്കെ അറിഞ്ഞ് നമുക്ക് ഒത്തിരി മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കൂണ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ചില ബഡ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് വിത്തൊക്കെ പാകി വെച്ച് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുക. പക്ഷെ 10-20 ദിവസമൊക്കെ കഴിഞ്ഞ് അവരുടെ ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് കൂണ് വളരുന്നില്ല. അപ്പോൾ ഞങ്ങളത് തുറന്നു നോക്കിയപ്പോൾ അതെല്ലാം ചീഞ്ഞു പോയി. അപ്പം ഞങ്ങളതെടുത്ത് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇത് കണ്ടോ, അത് മുഴുവൻ ചീഞ്ഞു പോയി. ഇത് കൂണ് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നല്ലോ, ഇത് മുഴുവൻ ചീഞ്ഞു പോയത് കണ്ടോ, ഇത് ഇച്ചിരി കൂണ് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കർത്താവിനോട് ഒരു പരിഭവം പോലെയൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞിരുന്നു ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്താൽ നോക്കിയാനേ ഇവർ പറയുന്ന നോട്ടനുസരിച്ചൊക്കെ ചെയ്താൽ, പക്ഷെ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതി പറഞ്ഞു കർത്താവിനോട്. അപ്പം ഈശോ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ നമ്മൾ ഈ വളർത്തുന്ന കൂണിനേക്കാൾ നല്ലത് നാച്ചുറലായിട്ടുള്ള കൂണാണ് നല്ലത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഈ ഏപ്രിൽ മാസത്തിൽ എവിടെ നിന്ന് നാച്ചുറലായിട്ടുള്ള കൂണ് വരും കർത്താവേ, മഴ പെയ്യാതെ കൂണുണ്ടാവുമോ, ഇനി ജൂൺ മാസം വരെ നമ്മൾ നോക്കിയിരിക്കണ്ടേ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് കർത്താവ് ഒന്നും മിണ്ടിയില്ല. അന്ന് വൈകുന്നേരം ഒരു ചെറിയ മഴച്ചാറ്റലുണ്ടായി. മഴ ചാറിപ്പോയി, ഒരു ചാറ്റൽ മഴ. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും റബ്ബർ തോട്ടമാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഇതേ കൂണ് നിൽക്കുന്നു. അപ്പം ഞങ്ങൾ നോക്കി, പള്ളിയിൽ പോകാനുള്ള തിരക്കുകൊണ്ട് പെട്ടെന്നൊക്കെ നോക്കിയപ്പോൾ അവിടെ പ്രദേശത്തൊക്കെ കൂണുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്ന് ഭയങ്കര സന്തോഷത്തിൽ ഓടിയാണ് വരുന്നത്. വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ശരിയാണ്, ആ പ്രദേശം മുഴുവനും ഈ അരിക്കൂൺ എന്ന് പറയുന്ന ഒരു തരം കുഞ്ഞു കൂണുകൾ അതിങ്ങനെ പറമ്പ് നിറച്ച് നിൽക്കുക കുറേ അധികം സ്ഥലത്ത്. അതെല്ലാം ഞങ്ങൾ പറിച്ചുകൊണ്ട് പോയിട്ട് 1-2 ദിവസം കറി വെച്ചു. അതിനനുസരിച്ച് അത് തീരുന്നതനുസരിച്ച് വീണ്ടും അരിക്കൂണുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരാഴ്ച മുഴുവൻ ഈ കൂണുകറി ഞങ്ങൾ ഉപയോഗിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കൂണ് പറിച്ചുകൊണ്ടിരുന്നു, കർത്താവേ സ്വർഗത്തിൽ ഈ അരിക്കൂണിൻ്റെ വിത്ത് മാത്രം ഉള്ളെന്നുണ്ടോ? ബാക്കിയുള്ളതൊക്കെ സ്റ്റോക്ക് തീർന്നു പോയതുകൊണ്ടാണ്, വേറെ കൂണൊന്നും കാണുന്നില്ലല്ലോ, അരിക്കൂണിൻ്റെ വിത്തേ ഉള്ളോ എന്ന് ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഒരു അത്ഭുതം സംഭവിച്ചെന്താണെന്നോ, പാവക്കൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂണുണ്ട്, ഇങ്ങനെ വലിയ കൂണാണ്, കുടയൊക്കെ വലിയ കുട പോലെ ഇങ്ങനെ ഇരിക്കുന്നൊരു കൂണ്. അതിങ്ങനെ കുറേ ഒരിടത്ത് ഇങ്ങനെ ഒന്നിച്ച് വളർന്നു. അതുകൂടാതെ അതിലും ഇതിലെയൊക്കെ ആയിട്ട് അത് ചെതറി കുറേ കൂണുകൾ ഇങ്ങനെ കിട്ടി. അപ്പം ഞാൻ ഓർത്തു, അപ്പോഴാണ് ശരിക്കും എൻ്റെ കണ്ണ് തുറന്നത്. ഞാൻ ഓർത്തു, കർത്താവേ ഞങ്ങളൊരു കൂണിൻ്റെ കാര്യം പറഞ്ഞു തമാശ പറഞ്ഞായിട്ട് പോലും അങ്ങ് അത് ഗൗരവത്തിലെടുത്തല്ലോ. അങ്ങയുടെ സ്നേഹവും പരിപാലനയും ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങ് എത്രമാത്രം ശ്രദ്ധിക്കുന്നു. കർത്താവ് ഇതെല്ലാം കൂടെ ഇരുന്ന് ശ്രദ്ധിക്കുവാണല്ലോ എന്നൊക്കെ അന്ന് ഞങ്ങൾ ഓർത്തു. ദൈവപരിപാലനയിൽ അടിയുറച്ച് ജീവിതം ആരംഭിച്ച ഈ സന്യാസ സമൂഹം വളർച്ചയുടെ ഓരോ പടവിലേക്കും കടന്നു ചെന്നത് ആത്മീയമായ കയ്യൊപ്പോടുകൂടിയാണ്. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, ദൈവപരിപാലനയുടെ സുഗന്ധം ആവോളം നുകർന്നുകൊണ്ടാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു കടുകുമണി പോലെ ലോകത്തിൽ ആരംഭിച്ച് ഇന്ന് വളർച്ചയുടെ പടവുകളിലൂടെ മുന്നേറുന്ന ഈ സന്യാസ സമൂഹം ലോകത്തിന് മുഴുവൻ ഒരനുഗ്രഹമാണ്. ഈ നാടിന് എന്നതിനുപ്പുറത്ത് ഈ ലോകം മുഴുവനും ഒരനുഗ്രഹമായിട്ട് ഈ സന്യാസ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ തങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം പങ്കുവയ്ക്കാൻ ഇവരുടെ അരികിലെത്തിയപ്പോൾ അവരുടെ വേദനകളും ദുരിതങ്ങളുമെല്ലാം ദൈവസന്നിധിയിലേക്ക് അവർ ഉയർത്തി. അങ്ങനെ ദൈവപിതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ യാചിച്ച് അനേകർക്ക് അത് പങ്കുവെച്ചപ്പോൾ അവരുടെ എല്ലാം ജീവിതങ്ങൾ കൂടുതൽ ധന്യമായി.
വളരെ ശാന്തമായൊരു സ്ഥലത്ത് പ്രാർത്ഥനാനിരതരായി ജീവിക്കുന്ന കന്യകമാരുടെ ഒരു സമൂഹമാണ് ദൈവമാതാ ആശ്രമം. ഈ ആശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ടത് ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വളരെ വർഷങ്ങൾ ജോലി ചെയ്ത് വ്യാപരിച്ച ശേഷം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഒന്നു ചേർന്നുള്ള ജീവിതത്തിനുമായി ഇവർ അവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇടുക്കി രൂപതയിൽ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ് ഈ സന്യാസ ആശ്രമം പ്രദാനം ചെയ്യുന്നത് എന്ന് സന്തോഷത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സിറോ മലബാർ രീതിയിലുള്ള ആരാധനാക്രമം അത് പാലിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതചര്യ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. യാമങ്ങളിലെ പ്രാർത്ഥനകൾ, ധ്യാനം, വിശുദ്ധ കുർബാന, അതോടൊപ്പം വിശുദ്ധ കുർബാനയായിട്ടുള്ള ആരാധന, അങ്ങനെ സഭയ്ക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥന വഴിയും ധ്യാനം വഴിയും ഇവർ സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. ധാരാളം ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ആശ്രമത്തിൽ കൊണ്ടുപോയി നൽകാറുണ്ട്. പലർക്കും തങ്ങളുടെ നിയോഗങ്ങൾ ഫലപ്രാപ്തിയിലെത്തിയതായിട്ട് അനുഭവവുമുണ്ട്. എനിക്ക് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോഴും അവരെൻ്റെ അടുത്ത് വരുമ്പോഴുമൊക്കെ അവർ പറയുന്നത്, പിതാവിന് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും രൂപതയിലെ വൈദികർക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഇതൊരു വെല്ലുവിളിയാണ്. വളരെയധികം ബഹളമയമായ ഭൗതികമായ നേട്ടങ്ങളുടെ പിറകെ മാത്രം ആളുകൾ പരക്കം പായുന്നൊരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വിട്ടുമാറി വളരെ പ്രത്യേകമായ ഒരു ജീവിതശൈലിയിലൂടെ, വളരെ കാർക്കശ്യം നിറഞ്ഞൊരു ജീവിതശൈലിയിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ പുതിയ ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് ഈ സിസ്റ്റേഴ്സ് നൽകുന്നത്. ആ സന്ദേശം സമൂഹത്തിന് ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്രകാരമുള്ള ആശ്രമങ്ങൾ പൊതുവെ കുറവാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇപ്രകാരമുള്ള ആശ്രമങ്ങളിലേക്ക് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഭൗതികമായ വസ്തുതകൾക്കപ്പുറം അലൗകികമായ നിത്യമായ ദൈവിക ചൈതന്യത്തിൽ നിറഞ്ഞുകൊണ്ട്, ദൈവസ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി തീരുന്നുവെന്നുള്ളതാണ് ഈ ആശ്രമ ജീവിതത്തിൻ്റെ, ആശ്രമ അംഗങ്ങളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുവാനായി ഇവർ കണ്ടെത്തുന്ന സമയം, അതോടൊപ്പം ഇവരുടെ ജീവിതം പ്രവർത്തനവുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭവനത്തിലെ ജോലികൾ, അവരുടെ സ്ഥലത്തെ ജോലികൾ, കൃഷി ജോലികൾ, അങ്ങനെ വളരെ സജീവമായിട്ടാണ് അവരുടെ ദിനചര്യ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ വിളങ്ങുന്ന ശാന്തതയും അവിടെ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ദൈവാനുഭവമൊക്കെ മറ്റുള്ളവർക്ക് പ്രചോദനകരമാണ്. വിളി കിട്ടിയവർക്ക് മാത്രമേ ഈ വഴിയിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും ഈ ജീവിതചര്യ അനുയോജ്യമാവുകയില്ല. കൂടുതൽ ധ്യാനാത്മകമായ വഴിയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വെല്ലുവിളിയാണ്, ഒരവസരമാണ്. ഈ സഹോദരിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് കിട്ടിയ ദൈവിക ചൈതന്യം കൂടുതൽ ഉജ്ജ്വലിപ്പിച്ച് നമ്മുടെ സഭയുടെ തന്നെ നവീകരണത്തിനുള്ള ഒരു ചാലക ശക്തിയായിട്ട് തീരുവാനായിട്ട് അവർക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരിലും എത്തണം. അങ്ങനെ ഒരു ജീവിതചര്യ ഉണ്ട്. ഈ ലോക ജീവിതം നമ്മൾ കാണുന്ന അധ്വാനമോ നേട്ടങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഉയർന്ന ഒരു മൂല്യമുണ്ട് എന്നുള്ള ചിന്ത അത് ഈ ആശ്രമം പ്രദാനം ചെയ്യുന്നുണ്ട്. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇവരുടെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ്. ദൈവം ഇപ്രകാരമുള്ള നല്ല ദൈവവിളികൾ തന്ന് സഭയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.